കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിലും കർഷകരുടെ പ്രതിഷേധം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ കർഷകർ സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ and തൃശൂർ. കേന്ദ്ര സർക്കാരിന്റെ കർഷക വേട്ട അവസാനിപ്പിക്കുക, ഡൽഹി കർഷക സമരത്തിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത സമരസമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർ കാഞ്ഞങ്ങാട്ടെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. അന്നം തരുന്ന കർഷകരെ അവഗണിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനും നടപടിക്കുമെതിരെ കേരളത്തിലെമ്പാടും അനുദിനം ശക്തമായിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കാഞ്ഞങ്ങാട്ടെയും സമരം. നിരവധി കർഷകർ അണിചേർന്ന ധർണ കർഷക സംഘം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കാർ മുട്ടുമടക്കില്ല എന്ന് തീരുമാനിച്ച എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി കൃഷിക്കാരോട് മാപ്പ് പറഞ്ഞ് 3 ബില്ലുകൾ പിൻവലിക്കാൻ തയ്യാറായി എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ 2021 ഡിസംബർ മാസം 9-ാം തീയതി ഗവൺമെന്റിന്റെ പ്രതിനിധികളും സംയുക്ത കിസാൻ മോർച്ചയുടെ പ്രതിനിധികളും തമ്മിൽ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിൽ ബില്ല് പിൻവലിച്ചതിനെ തുടർന്ന് പിന്നീട് അങ്ങോട്ടുള്ള വൈദ്യുതി മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ വൈദ്യുതിയുടെ സ്മാർട്ട് മീറ്റർ പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ. ചടങ്ങിൽ എം അസിനാർ അധ്യക്ഷനായി. ബംഗളം പി കുഞ്ഞികൃഷ്ണൻ, ജോസ് കാക്കക്കോട്ടിൽ, ദിലീപ് മേലയിൽ, കെ കുഞ്ഞിരാമൻ, പി രാജു എന്നിവർ സംസാരിച്ചു. മൂലക്കണ്ടം പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.